അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ഈ ജീവിതത്തിന്റെ പരമപ്രധാനമായ തത്വത്തെ തങ്ങളുടെ ജീവിതത്തിൽ പുലർത്തിയപ്പോഴാണ് അവർ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഏറ്റവും അടുത്തവരായി മാറിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു പദങ്ങളിലൂടെ നമുക്ക് പരിചയപ്പെടുത്തിയ ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തെ പലപ്പോഴും നാം ഗണിക്കുന്നത് രണ്ട് ഭാഗമായിട്ടാണ്. ഒന്ന് ഇഹലോക ജീവിതം, മറ്റൊന്ന് പരലോക ജീവിതം. ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് ഹയാത്തു ദുനിയ, രണ്ട് ഹയാത്തുൽ ആഖിറ. അൽ ഹയാത്തു ഫി ദുനിയ വൽ ഹയാത്തു ബഅദൽ മൗത്ത്. ഖുർആൻ അതിനെ വേർതിരിച്ചു പറഞ്ഞത് ഒന്ന് ഈ ഭൗതികമായ ജീവിതം, രണ്ട് മരണശേഷമുള്ള പാരത്രിക ജീവിതം. ഈ രണ്ട് ജീവിതത്തെയാണ് സ്വാഭാവികമായി നാം നമ്മുടെ ഇടയിൽ പരമപ്രധാനമായി പരിഗണിക്കുകയോ ആ പരിഗണനയിൽ മുന്തലും പിന്തലും കൊടുക്കുന്നത് നമ്മുടെ മനസ്സിൽ അതിനോടുള്ള ആഗ്രഹം എത്ര എന്ന തോതനുസരിച്ചാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ മുഴുവൻ അധ്യായങ്ങളും 6600-ൽ പരം വരുന്ന ആയത്തുകൾ നാം പാരായണം ചെയ്തു നോക്കിയാൽ അവിടെയെല്ലാം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു ജീവിതമായി നമ്മോട് പറഞ്ഞു തന്നത് പരലോക ജീവിതത്തെയാണ്. ഈ ഭൗതികമായ ജീവിതത്തെ ഒരു ജീവിതമായി പരിശുദ്ധമായ ഖുർആൻ പരിഗണിച്ചിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ഏത് ഭാഗമെടുത്ത് നിങ്ങൾ ഗവേഷണം നടത്തിയാലും നിരീക്ഷണം നടത്തിയാലും ഈ ഭൗതികമായ ലോകത്തിന്റെ ജീവിതത്തെ ഒരു ജീവിതമായി ഖുർആൻ പരിഗണിച്ചിട്ടേയില്ല. ഈ ജീവിതത്തെ ഒരു ജീവിതമായി പരിഗണിച്ചത് ബുദ്ധിശൂന്യരായ നാം മാത്രമാണ്. നിങ്ങൾ എവിടെ നോക്കിയാലും അള്ളാഹു പറഞ്ഞത് ഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ, പരലോക ജീവിതമാണ് ഏറ്റവും യഥാർത്ഥമായ ജീവിതം. ഈ ഭൗതികമായ ജീവിതത്തെ എവിടെയൊക്കെ ഖുർആൻ പറഞ്ഞു അവിടെയൊക്കെ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറ മിനൽ ദഹബി വൽ ഫില്ലത്തി വൽ ഖൈലിൽ മുസവ്വമത്തി വൽ അൻആമി വൽ ഹർസ് ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയ വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. ഈ ഭൗതികമായ ജീവിതത്തിന് അലങ്കാരങ്ങളും ആഡംബരങ്ങളും അനുഗ്രഹങ്ങളുമായി നിങ്ങൾ പരിഗണിക്കുന്ന നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ സമ്പത്തുകളും നിങ്ങളുടെ വാഹനങ്ങളും നിങ്ങളുടെ വീടുകളും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മക്കളും എന്നടക്കം ഈ ഭൗതികമായ ജീവിതത്തിൽ അല്ലാഹു നിങ്ങൾക്ക് നൽകിയ എന്തൊക്കെയുണ്ടോ അതെല്ലാം ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയ, ഈ ഭൂമിയിൽ സുഖിക്കുവാനുള്ള ചില മാനദണ്ഡം എന്നതിനപ്പുറം അല്ലാഹു അതിനെ മറ്റൊന്നായി പരിഗണിച്ചിട്ടില്ല. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. ഓരോ പുരുഷനും ഓരോ സ്ത്രീയും മനസ്സിൽ അടിവരയിട്ട് വായിക്കണം. അല്ലാഹു ഇതൊക്കെ പറഞ്ഞിട്ട് പറയാണ് വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. നിങ്ങളുടെ ഏറ്റവും നല്ല മടക്ക സ്ഥാനം അല്ലാഹുവിന്റെ അടുക്കലാണ്. ഈ കിട്ടിയതിനേക്കാളൊക്കെ ഏറ്റവും അനുഗ്രഹമായ സംഗമമുള്ളത് അല്ലാഹുവിന്റെ അടുക്കലാണ്. ഭൗതികമായ ജീവിതത്തെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ അല്ലാഹു പറഞ്ഞത് വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളെ മോഹിപ്പിക്കുന്ന ചില വസ്തുക്കൾ മാത്രമാണ്. പിന്നെയോ ഏറ്റവും പരമപ്രധാനമായ ഏറ്റവും നല്ല ജീവിതം എന്ന് പറഞ്ഞാൽ ആ ജീവിതം വഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ, പരലോകത്ത് കിട്ടുന്ന ജീവിതമാണ് പരമപ്രധാനമായ ജീവിതമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എങ്ങനെയാണ് ഈ ജീവിതത്തെ നമ്മളൊരു യഥാർത്ഥ ജീവിതമായി പരിഗണിക്കുക? ഈ 60 70 വയസ്സ് മാത്രം ആയുസ് തന്ന ഈ ജീവിതത്തെ എങ്ങനെയാണ് നാം ഒരു പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനപരമായ ജീവിതമായി നാം പരിഗണിക്കുന്നത്? എങ്ങനെയാണ് ഒരു ജീവിതം ജീവിതമാകണമെങ്കിൽ ആ ജീവിതത്തിന് സന്തോഷവും സമാധാനവും ഉണ്ടാകണമെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതൊക്കെ ഈ ഭൂമിയിൽ നമുക്ക് കിട്ടിയിരിക്കണം. നാം മോഹിച്ചതൊക്കെ നമ്മുടെ കൈവെള്ളയിൽ കിട്ടിയിരിക്കണം.
പക്ഷേ നമ്മൾ മോഹിച്ചതൊന്നും ഈ കൈവെള്ളയിൽ നമുക്ക് കിട്ടിയിട്ടില്ല. ഈ മോഹിച്ചതൊന്നും ആഗ്രഹിച്ചതൊന്നും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചതൊക്കെ നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ ഈ ജീവിതത്തിൽ ആഗ്രഹിച്ചതൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ തന്നെ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മരണമെന്ന് പറയുന്ന മഹാസത്യം നമ്മളെ വിളിച്ചുകൊണ്ട് 6 അടി മണ്ണിലേക്ക് നമ്മളെ കൊണ്ടുപോകുമെങ്കിൽ പിന്നെ ഈ ജീവിതത്തിന് എന്ത് അർത്ഥമാണുള്ളത്? ആഗ്രഹങ്ങൾ അനുഭവിക്കാനുള്ള സാവകാശമില്ലെങ്കിൽ പിന്നെ ഈ ജീവിതത്തിന് എന്ത് അർത്ഥമാണുള്ളത്? സങ്കടങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും വേട്ടയാടുന്ന ഈ ജീവിതം, ഒരു രാത്രി പോലും സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയാത്ത ജീവിതം, ഒരു ദിവസം പോലും ശാന്തിയോടെ മനസ്സിന് സമാധാനത്തോടെ നടന്നു പോകാൻ കഴിയാത്ത ഈ ജീവിതം ഒരു യഥാർത്ഥ ജീവിതമല്ല എന്ന് ചിന്തിക്കുന്നവർക്ക് തന്നെ മനസ്സിലാവും. കാരണമെന്താ? ഈ ജീവിതമെന്ന് പറയുന്നത് ഒരു യഥാർത്ഥ ജീവിതമായി അതുകൊണ്ട് തന്നെ പരിഗണിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറഞ്ഞ വളരെ പ്രധാനപരമായ ഒരു ആയത്താണ്. അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു ചെറിയ ആയത്ത് പറഞ്ഞ ഒരു സാരാംശമാണ് ഞാനെന്ന് നിങ്ങളോട് പരിചയപ്പെടുത്തി തരുക. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ നമ്മളെല്ലാവരും പാരായണം ചെയ്യുന്ന, നമുക്കെല്ലാവർക്കും വളരെ ചിരപരിചിതമായ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഒരാൾ പാരായണം ചെയ്താൽ, നിത്യമായി പാരായണം ചെയ്താൽ അവന്റെ 6 അടി മണ്ണിൽ ഖബർ ജീവിതത്തിൽ അവന് വെളിച്ചം നൽകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് സുവിശേഷ വൃത്താന്തം പറഞ്ഞു തന്ന വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും പരമപ്രധാനമായ ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ഓതുന്ന നമ്മളിൽ പലർക്കും അറിയാവുന്ന, ഞാൻ ഈ ആയത്ത് ഓതുമ്പോൾ നിങ്ങളിൽ പലരും ചുണ്ടുകൊണ്ട് മെല്ലെ പാരായണം ചെയ്യുന്ന വിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുൽ മുൽക്കിലെ 2-ാമത്തെ ആയത്തിൽ അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ബാഹ്യമായിട്ട് നമുക്കത് മനസ്സിലാവില്ല. വിശുദ്ധമായ ഖുർആനിന്റെ ഏറ്റവും പരമപ്രധാനമായ നമ്മുടെ ഒരു ലക്ഷ്യത്തെ, ഒരു പ്രധാനമായ ഒരു സന്ദേശത്തെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്. സൂറത്തുൽ മുൽക്കിന്റെ ആദ്യത്തെ 2 ആയത്തുകൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യകരും പരമദയാലുവായ കരുണാവാരിധിയായ അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുകയാണ്. തബാറകല്ലദീ, ഈ അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്. അവനെല്ലാ സ്തുതികീർത്തനങ്ങളും അല്ലാഹുവിന് മാത്രമാണ്. തബാറകല്ലദീ, അവനെത്ര മഹോന്നതനാണ്, അവനെത്ര പുകഴ്ത്തലുകളുടെ ഉടമസ്ഥനാണ്. എല്ലാ പുകഴ്ത്തലുകളും വാഴ്ത്തലുകളും സ്തുതികീർത്തനങ്ങളും അപദാനങ്ങളും എല്ലാ പടച്ച തമ്പുരാന്റെ സമക്ഷത്തിലേക്കാണ്. അല്ലാഹുവേ, നീ എത്ര മഹോന്നതനാണ് തമ്പുരാനെ, നീ എത്ര വലിയവനാണ് തമ്പുരാനെ, നീ എത്രയോ സ്തുതികീർത്തനങ്ങളുടെ ഉടമസ്ഥനാണ് തമ്പുരാനെ. അല്ലാഹുവേ, എപ്പോഴും ഞങ്ങൾ സ്തുതികീർത്തനം അർപ്പിക്കുന്നത് നിന്റെ മുമ്പിലാണ്. 5 നേരവും പള്ളിയിൽ നിന്ന് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്, അല്ലാഹു വലിയവനാണ് എന്ന് ലോക ജനകോടികൾ അവരുടെ മനസ്സുകൊണ്ട് വിളിച്ചു പറയുന്നത് അത് അല്ലാഹുവിന്റെ ഗതികേടല്ല. പടച്ച തമ്പുരാൻ അങ്ങനെ ഒരു ഗതികേട് വന്നത് കൊണ്ടല്ല. വിവരദോഷികളായ സ്ത്രീജന്മങ്ങൾ ഉച്ചത്തിൽ ഓരിയിട്ടതുപോലെ ഒരു പടച്ച തമ്പുരാന്റെ ഗതികേടല്ല. അല്ലാഹുവേ, നിന്നോട് ഞങ്ങൾ പറയുന്നതിന് കാരണം, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നതിനൊരു കാരണമുണ്ട് തമ്പുരാനെ. ആ കാരണം മറ്റൊന്നുമല്ല, 5 നേരം നമസ്കരിച്ചതിന് ശേഷം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഇതാരും പറഞ്ഞു പറയിപ്പിച്ചതല്ല, ഇതാരോ പറയാൻ നിർബന്ധിച്ചതല്ല.
എന്തിനാണ് ഞങ്ങൾ ഇത് പറയുന്നതെന്നറിയുമോ? തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു, എല്ലാ അധികാരവും നിന്റെ കയ്യിലാണ് തമ്പുരാനെ. എല്ലാത്തിന്റെയും കടിഞ്ഞാണ് നിന്റെ കയ്യിലാണ്, അധികാരമെല്ലാം നിന്റെ കയ്യിലാണ് തമ്പുരാനെ. സൂര്യനെ കുതിപ്പിച്ചതും നീ, സൂര്യനെ പടിഞ്ഞാറ് അസ്തമിപ്പിച്ചതും നീ, ആ സൂര്യന് പ്രകാശം കൊടുത്തതും നീയാണ് തമ്പുരാനെ. സൂര്യന് പ്രകാശം കൊടുത്ത തമ്പുരാനെ, ചന്ദ്രനി പുഞ്ചിരി നിലാവ് പ്രദാനം ചെയ്ത തമ്പുരാനെ. അല്ലാഹുവേ, കടലിന് തിരമാലകളെ കൊടുത്തതും നീയാണ്. കുരുവിയെ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചു കൊടുത്ത തമ്പുരാനെ. പ്രസവിച്ച ഉടനെ തള്ളപ്പശുവിന്റെ അകടിലേക്ക്, ജനിച്ച ഉടനെ കുഞ്ഞു പശുവിനെ ഓടിച്ചെല്ലാം പഠിപ്പിച്ച നിന്റെ തള്ളപ്പശുവിന്റെ അകടിലാണ് നിന്റെ ഭക്ഷണമെന്ന് ഗർഭാശയത്തിലിരിക്കുമ്പോ കുഞ്ഞു പശുക്കുട്ടിക്ക് ബോധനം കൊടുത്ത അല്ലാഹുവേ, പടിഞ്ഞാറൻ ചക്രവാളത്തിലൂടെ മന്ദമാരുതനെ അടിച്ചു വീശിയ വഹുവല്ലദീ അർസല റിയാഹ മുബശ്ശിറാത്തിൻ ബൈന യദൈ റഹ്മതി, ഈ തിരമാലകളുടെ മുകളിലൂടെ മന്ദമാരുതനെ അടിച്ചു വീശിയവനെ തമ്പുരാനെ. കടലുകൾക്ക് തിരമാലയുടെ ആരവത്തെ കൊടുത്ത അല്ലാഹുവേ, ഈ കരയെ തൊട്ടിലുപോലെ വാസയോഗ്യമാക്കി തന്ന അല്ലാഹുവേ, പടച്ച തമ്പുരാനെ, എന്റെ ജനന തീയതിക്ക് മുമ്പ് പിതാവിന്റെ മുതുകിൽ നിന്നൊരു ഇന്ദ്രിയത്തുള്ളിയായി ഉമ്മാടെ ഗർഭാശയത്തിലേക്ക് കൊണ്ടുവന്ന് 9 മാസം കൊണ്ടെണ്ണ ഈ കാണുന്ന രൂപത്തിൽ സൃഷ്ടിച്ചവനെ അല്ലാഹുവേ, ഖാലിഖായ അല്ലാഹുവേ, റാസിഖായ അല്ലാഹുവേ, ഏതോ വയലിന്റെ നെന്മണി കോണുകളുടെ ഉള്ളിൽ എന്റെ വയറിലേക്കുള്ള ഭക്ഷണം ഒരുക്കി വെച്ചവനെ തമ്പുരാനെ. അല്ലാഹുവേ, നീയാണ് ആദി, നീയാണ് അനാദി, നിനക്ക് തുല്യരില്ല, നിനക്ക് സഹായികളില്ല, നിനക്ക് കൂട്ടാളികളില്ല, നിനക്ക് മന്ത്രിമാരില്ല, നീ ഏകനാണ് അല്ലാഹുവേ. അന്തൽ അവ്വലു വ അന്തൽ ആഖിറു വ അന്തൽ ആഖിറു വ അന്തൽ ബാത്തിനു, നീയാണ് തുടക്കം, നീയാണ് അവസാനം, നീയല്ലാതെ ലോകത്ത് അവസാനിക്കാത്ത മറ്റൊന്നുമില്ല തമ്പുരാനെ. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, അവസാനിക്കാത്ത ശേഷിപ്പിന്റെ ഉടമസ്ഥനെ തമ്പുരാനെ. ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ വെച്ച് എനിക്ക് നിറം തന്ന, നാളെ എനിക്ക് ഏത് നിറമാണ്, ഏത് ഭാഷയാണ് സംസാരിക്കേണ്ടത്, ഏത് ഭക്ഷണമാണ് കഴിക്കേണ്ടത്, എവിടെയാണ് ഞാൻ പിറക്കേണ്ടത്, എവിടെയാണ് ഞാൻ വസിക്കേണ്ടത്, എങ്ങനെയാണ് ഞാൻ ജീവിക്കേണ്ടത്, എല്ലാം എത്ര നാൾ വരെയാണ് എന്റെ ആയുസ്, എല്ലാം ആയുസിന്റെ കണക്ക് പുസ്തകത്തിൽ എഴുതി ചേർത്ത് വെച്ച ലോകത്തിന്റെ ഉടമസ്ഥനെ തമ്പുരാനെ. നീയാണ് സൂര്യനെ പടച്ചത്. 156 വർഷത്തിൽ ഒരിക്കൽ മാത്രം സൂര്യനെയും ചന്ദ്രനെയും ഭൂമിയെയും ഒരേ നേർരേഖയിൽ കൊണ്ടുവന്നവനെ തമ്പുരാനെ. കിഴക്ക് നിന്നുദിച്ച സൂര്യനെ, ആ സൂര്യന്റെ നിലാവ് പരന്ന ഭൂമിയെ, ആ സൂര്യൻ മറഞ്ഞാൽ ഉദിച്ചു വരുന്ന ചന്ദ്രനെ, എല്ലാത്തിനെയും ഒരേ നേർരേഖയിൽ കൊണ്ടുവന്ന് ഇത്ര ബൃഹത്തായ സൂര്യനെ, ഇത്ര വലിയ ചന്ദ്രനെ, ഈ ഭൂമിയേക്കാൾ 35,000 ഇരട്ടി വലിപ്പമുള്ള സൂര്യഗോളത്തെ, ഈ ബ്രഹ്മാണ്ഡ ഗോഹങ്ങളെ, ഈ ബ്രഹ്മാണ്ഡ ഗ്രഹങ്ങളെ ഒരേ നേർരേഖയിൽ സമാന്തര രേഖയിൽ കൊണ്ടുവന്നിട്ട് തട്ടാട് മുട്ടാട് പോറാട് അകലാട് അടയാട് ഇതിനെ സംവിധാനിച്ച അല്ലാഹ്, എങ്ങനെയാണ് ഞങ്ങൾ പറയാതിരിക്കുക? എന്റെ ഹൃദയത്തിന്റെ തുടിപ്പിനെ സംവിധാനിച്ചവനെ തമ്പുരാനെ. 1 മിനിറ്റിന്റെ ഉള്ളിൽ 70 പ്രാവശ്യം എന്റെ ഹൃദയത്തെ സ്പന്ദിപ്പിച്ച, ആ കണക്കനുസരിച്ച് ഒരു ദിവസം 1,00,000 പ്രാവശ്യം എന്റെ ഹൃദയത്തെ മുടങ്ങാതെ സ്പന്ദിപ്പിച്ച ഉമ്മാന്റെ ഗർഭാശയത്തിലിരുന്നപ്പോ സ്പന്ദനം തുടങ്ങിയതാണ്. 40 വർഷം കഴിഞ്ഞു. ഈ 40 വർഷം ഞാൻ നിസ്കരിച്ചിട്ടല്ല, ഞാൻ നിന്നോട് ദുആ ചെയ്തിട്ടല്ല. ഒരു ദിവസം 1,00,000 പ്രാവശ്യം കണക്കുകൾ തെറ്റാറ് എന്റെ ഹൃദയത്തിന്റെ മിടിപ്പുകളെ സംവിധാനിച്ച ഈ കാഞ്ഞങ്ങാട് കേൾക്കുന്നവരുടെ ഹൃദയത്തെ, എന്റെയും നിങ്ങളുടെയും ഹൃദയം ഒരേ താളാത്മകമായി ഇപ്പോഴും എടുക്കുകയാണ്. ലോകത്തെ 600 കോടി ജനങ്ങൾ
ഞങ്ങളുടെ ഹൃദയത്തിന്റെ താളാത്മകതയുടെ സ്പന്ദനത്തെ സംവിധാനിച്ചവനെ തമ്പുരാനെ, എങ്ങനെയാണ് ഞങ്ങളെ പറയാതിരുന്നാൽ അത് ഞങ്ങളുടെ ഗതികേടാണ് അല്ലാഹുവേ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നീയാണ് വലിയവൻ, നീയാണ് വലിയവൻ, നീയാണ് വലിയവൻ. 5 പ്രാവശ്യമല്ല 50 പ്രാവശ്യം പറഞ്ഞാലും മതിയാവില്ല. ആരുടെയോ അച്ചാരം വാങ്ങിച്ച ഏതോ ഒരു പൊട്ടിപ്പെണ്ണ് പറഞ്ഞത് അത് അള്ളാഹുവിന്റെ ഗതികേടാണെന്നാണ്. നിന്നേക്കാൾ ഗതികെട്ട ഒരു സ്ത്രീജന്മം പിന്നെ ഈ ലോകത്ത് കടന്നു വന്നിട്ടില്ല. നിന്നേക്കാൾ ഗതികെട്ട ഒരു സ്ത്രീജന്മം ഉണ്ടായിട്ടില്ല. നീ അത് വിളിച്ചു പറയുമ്പോഴും ഒരു മിനിറ്റിന്റെ ഉള്ളിൽ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലെ സ്പന്ദനം നിർവഹിച്ചതാരാ? നിനക്ക് മാർഗനിർദ്ദേശം എന്ന JCB കൊണ്ട് തോണ്ടിയെടുത്തിട്ട് കിട്ടാതെ പോയ ചേകന്നൂരിയന സിദ്ധാന്തമല്ലല്ലോ, അത് 3 വക്തത്തിന്റെ അടയാളമല്ലല്ലോ. ഇത് നീ ഉറക്കെ പ്രസംഗിക്കുമ്പോഴും അവസാനം വരെ ഞാൻ ഇതിന് നിലകൊള്ളുമെന്ന് ശൂര്യത്തോടെ പറയുമ്പോഴും സ്ത്രീ ജന്മമേ അത് പറയാനുള്ള നിന്നെ ആയുസിന്റെ കണക്ക് പുസ്തകത്തിൽ കുറിച്ചു വെച്ചതാരാ? അവനെയാണ് ഞങ്ങൾ 5 നേരം വിളിച്ചു പറയുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. 60 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഹൃദയത്തിലൂടെ 10,000 എണ്ണ ടാങ്കറിന്റെ ഉള്ളിൽ എത്രത്തോളം രക്തമുണ്ടോ, എത്രത്തോളം രക്തം കൊള്ളുമോ അത്രത്തോളം രക്തം 60 വർഷം ജീവിച്ചിരുന്ന മനുഷ്യന്റെ ശരീരത്തിലൂടെ പ്രവഹിക്കണമെന്ന 60 വർഷം ഞാൻ ജീവിച്ചിരിക്കുമ്പോ 10,000 എണ്ണ ടാങ്കറിന്റെ ഉള്ളിൽ കൊള്ളുന്ന വലിപ്പത്തിലുള്ള രക്തം എന്റെ ഹൃദയത്തിന്റെ, എന്റെ രക്തധമനികളുടെ, എന്റെ ശരീരത്തിന്റെ രക്തക്കുടലുകളിലൂടെ 40 വർഷമായി തടസ്സമില്ലാതെ ഒഴുക്കി തന്ന തമ്പുരാനെ, ഞാൻ നിന്നെ 1000 വട്ടം വിളിക്കും അല്ലാഹുവേ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നീയാണ് വലിയവൻ അല്ലാഹുവേ, നീയാണ് വലിയവൻ തമ്പുരാനെ. 20 വർഷം കഴിഞ്ഞ കൊലപാതക കേസ് പോലും ഈ കേരളത്തിന്റെ ബുദ്ധിയുള്ള, ഇന്ത്യയിലെ ഏറ്റവും ബുദ്ധി സാമർത്ഥ്യമുള്ള പോലീസ് ശൃംഖല ഈ കേരളത്തിന്റെ പോലീസ് ശൃംഖലയാണ്. ഏത് തേഞ്ഞുമാഞ്ഞു പോയ കേസുകളും തെളിയിക്കാൻ കഴിയുന്ന സാമർത്ഥ്യമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷേ വർഷങ്ങളായിട്ടും JCB കൊണ്ട് കുടിച്ചു നോക്കിയിട്ടും ഒരു മനുഷ്യന്റെ മരണത്തിന്റെ തിരോധാനത്തിന്റെ ദുരൂഹത മാറിയില്ലെങ്കിൽ നിന്നെ വെല്ലുവിളിച്ചവനോട് അങ്ങനെ തന്നെ പെരുമാറിക്കൊടുത്ത തമ്പുരാനെ, ഒരിക്കൽ കൂടി നിന്നെ ഞങ്ങൾ ഒരുമിച്ച് വിളിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇതാണ് സൂറത്തുൽ മുൽക്ക് ആദ്യം പറഞ്ഞത്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു. അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്, അവൻ എത്രയോ മഹോന്നതനാണ്. കാരണം ബിയദിഹിൽ മുൽക്കു, അവന്റെ കയ്യിലാണ് സർവാധികാരങ്ങളും ഇരിക്കുന്നത്. അവനാണ് പണ്ഡിതനെ ആക്കുന്നത്, പണ്ഡിതനെ പാമരനാക്കുന്നതും പാമരനെ പണ്ഡിതനാക്കുന്നതും അല്ലാഹ്. അധികാരം കൊടുത്തതും അല്ലാഹ്, അധികാരം തിരിച്ചു മേടിച്ചതും അല്ലാഹ്. ഏതെങ്കിലും ഒരു അധികാരം ഒരാളുടെ കയ്യിൽ ഒറ്റയ്ക്ക് കൊടുത്താൽ എന്നും അതവന്റെ കയ്യിൽ സ്ഥിരമാകണമെന്നില്ല. നാൽക്കാലിയുടെ പേരിൽ ഇരുകാലിയായ പെഹ്ലൂഖാനെ തല്ലിക്കൊന്ന മണ്ഡലത്തിലാണ് കഴിഞ്ഞ രാജസ്ഥാൻ ഉപതെരഞ്ഞെടുപ്പിൽ ഫാസിസത്തിന് കാലിടറി വീണത്. സംസ്ഥാനത്തിലും കേന്ദ്രത്തിലും ഒരേ സമയത്ത് ഭരണത്തിൽ ഇരിക്കുന്ന ഒരു പാർട്ടി ഉപതെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ്. പെഹ്ലൂഖാൻ എന്ന് പറയുന്ന നിരപരാധിയുടെ നിലവിളി കേട്ട് അന്തരീക്ഷം മുഴുവനും വിറങ്ങലിച്ചു നിന്ന രാജസ്ഥാനിലെ മണ്ഡലത്തിലാണ് മിനിങ്ങാന്ന് ഫാസിസത്തിന് കാലിടറിയത്. കേന്ദ്രവും അവരുടെ കയ്യിലാണ്, സംസ്ഥാനവും അവരുടെ കയ്യിലാണ്. അല്ലാഹു പറയുന്നു, നീ എന്തിനാണ് ജനാധിപത്യ മതേതര ചേരിയോട് നിരാശരാവരുടെ സാഹോദര്യത്തെ കൈമുതലാക്കി ജനാധിപത്യത്തിൽ വിശ്വസിച്ച് ജുഡീഷ്യറിയുടെ അവലംബ ബോധത്തോടെ മുന്നോട്ട് പോവുക? ബിയദിഹിൽ മുൽക്കു, സർവാധികാരവും അല്ലാഹുവിന്റെ കയ്യിലാണ്. തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ.
അവൻ ഉദ്ദേശിക്കുന്നവരുടെ കയ്യിൽ അവൻ അധികാരം തളികയിൽ വെച്ച് കൊടുക്കും. അവൻ ഉദ്ദേശിക്കുമ്പോ അവനത് ഊരിയെടുക്കുക തന്നെ ചെയ്യും. ഇന്നത്തെ മുതലാളി നാളത്തെ തൊഴിലാളിയാണ്, ഇന്നത്തെ തൊഴിലാളി നാളത്തെ മുതലാളിയാണ്, ഇന്നത്തെ കോടിപതി നാളത്തെ ദരിദ്രനാണ്, ഇന്നത്തെ ദരിദ്രൻ നാളത്തെ കോടിപതിയാണ്. ഇതാർക്കും സ്വന്തമല്ല. കണ്ടെന്നിരിക്കും ജനത്തിനെ കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുവനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ. ഇതാണ് ലോകത്തിൽ അല്ലാഹുവിന്റെ ജോലിയെങ്കിൽ ഈ കാണുന്ന സൂര്യചന്ദ്രാദി ഗോള നക്ഷത്ര താരപഥ ഗാലക്സികളെ തട്ടാറ മുട്ടാറ സംരക്ഷിക്കുന്ന റബ്ബേ, ഇക്കണ്ട വിശാലമാം വിണ്ടല മുറ്റത്തിങ്കൾ ഗോള നക്ഷത്രങ്ങളെ അമ്മാനമാടിടും. ഒന്നിനോടൊന്ന് തട്ടാറ തട്ടിയും മുട്ടാറ മുട്ടിയും നിത്യമുരുട്ടിടും പ്രപഞ്ച ശില്പി. ഈ അല്ലാഹുവിന്റെ കയ്യിലാണ്. സൂര്യൻ ഇതേവരെ ഭൂമിയിൽ തൊട്ടിട്ടില്ല, സൂര്യൻ പോയി ചന്ദ്രനിൽ തട്ടിയിട്ടില്ല, ചന്ദ്രൻ പോയി സൂര്യനിൽ മുട്ടിയിട്ടില്ല. വകുല്ലും ഫീ ഫലകി അല്ലാഹു പറഞ്ഞത് വെള്ളത്തിലൂടെ മീൻ നീന്തി തുടിക്കുന്നത് പോലെ ഒരേ രേഖയിലല്ല, ഒരേ ഭ്രമണപഥത്തിലല്ല, ഒരേ ഭ്രമണപഥത്തിലല്ല, ഒരേ രേഖകളിലല്ല. വെള്ളത്തിലൂടെ മീനിങ്ങനെ വെട്ടിയും നീന്തിയും കുറുകിയും നീന്തി തുടിക്കുന്നത് പോലെ ഈ ഗോളങ്ങളെല്ലാം സ്വിമ്മിംഗ് മോഷനിൽ നീന്തുന്നത് പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാടിക്കളിക്കുകയാണ്. പക്ഷേ ഇതേവരെ പ്രപഞ്ചത്തിന്റെ ഘടനയ്ക്ക് മാറ്റമില്ല. അല്ലാഹുവേ, നിന്റെ കയ്യിലാണ് സർവാധികാരവും. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പിന്നെ എന്തിനാണ് ചന്ദ്രഗ്രഹണം മിനിങ്ങാനുണ്ടായത്? സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരേ രേഖയിൽ വന്നതെന്തിനാണ്? ചിലപ്പോ പറയാറില്ലേ, 2 ട്രെയിനുകളും ഒരേ പ്ലാറ്റ്ഫോമിനും മേർമുഖം വന്നു. തലനാരിടക്കാണ് അപകടമൊഴിവായത്. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷന്റെ പാളത്തിൽ ഒരേ പാളത്തിൽ തന്നെ 2 ട്രെയിനുകൾ മുഖാമുഖം വന്നു. തലനാരിടക്കാണ് ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് അപകടമൊഴിവായത്. സഹോദരാ, പ്രിയപ്പെട്ട സഹോദരി, സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വന്നാൽ ഒന്നൊന്നിനോട് തട്ടിയാൽ പിന്നെന്തിനാണ് റബ്ബേ അതിനെ നേർരേഖയിൽ കൊണ്ടുവന്നത്? അല്ലാഹു പറയുകയാണ്, ഞാൻ അതിനെ അങ്ങനെ കൊണ്ടുവന്നത് എന്തിനെന്നറിയുമോ? വമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫാ. നിങ്ങളെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. അല്ലാഹു പറയാണ്, ഇതൊന്നും മുഹമ്മദ് കബീറിന്റെ വകയല്ല, ഇത് വിശുദ്ധമായ ഖുർആൻ പറയുകയാ. പെങ്ങളെ, പത്രത്തിലെ ചന്ദ്രഗ്രഹണത്തിന്റെ വാർത്ത വായിച്ചിട്ട് മേപ്പോട്ട് നോക്കാനല്ല. അല്ലാഹു പറയുകയാണ്, ഇതെന്റെ ദൃഷ്ടാന്തമാണ്. വമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫാ. ഇതൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് പേടിപ്പെടുത്താൻ കൊണ്ടുവന്നതാണ്. കൊച്ചുകുട്ടികളോട് വാപ്പ പറയൂല, അനുസരിച്ചില്ലെങ്കിൽ പോലീസ് വരുമടാ, പട്ടാളക്കാരും വരും മോനെ എന്ന് കുട്ടിയെ അനുസരിപ്പിക്കാൻ വേണ്ടി ഉപ്പ പേടിപ്പെടുത്തുന്നത് പോലെ ഞാൻ നിങ്ങളെ ഒന്ന് പേടിപ്പെടുത്തിയതാണ്. വമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫാ. സൂറത്തുൽ ഇസ്റാ 59-ാമത്തെ സൂക്തം. ഇത് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷേ പേടിക്കേണ്ടതിന് പകരം നമ്മൾ ചെയ്തതെന്താ? അത് തന്നെ അല്ലാഹു വേറൊരായത്തിൽ പറയുന്നുണ്ട്. വകഅയ്യിൻ മിൻ ആയത്തിൻ ഫിസ്സമാഇ വൽ അർളി യമുറൂന അലൈഹാ വഹും അൻഹാ മുഅ്രിളൂൻ. എത്ര കൃത്യമാണ് റബ്ബിന്റെ ചോദ്യം. ഈ ചോദ്യം നമ്മുടെ ഹൃദയത്തിലോട്ട് തുളച്ചു കയറട്ടെ. ഇന്നലെ ഞാൻ കടുവാപ്പള്ളിയിൽ ഇമാമായി കഴിഞ്ഞ വെള്ളിയാഴ്ച ചാർജ് എടുത്ത് ഇന്നലെ ജുമാ പ്രസംഗത്തിൽ ഞാൻ പ്രസംഗിച്ചത് ഈ വിഷയമാണ്. എന്തേ ചന്ദ്രഗ്രഹണം കണ്ടിട്ട് ബ്ലൂ മൂൺ, സൂപ്പർ മൂൺ, ബ്ലഡ് മൂൺ എന്ന് പേരിട്ട് പറഞ്ഞാ പോരാ. ഇത് അല്ലാഹു നമ്മളെ പേടിപ്പെടുത്താൻ കൊണ്ടുവന്നതാണ്. ഇത് പടച്ച റബ്ബിന്റെ ദൃഷ്ടാന്തമാണ്. പക്ഷേ മനുഷ്യ, വകഅയ്യിൻ മിൻ ആയത്തിൻ ഫിസ്സമാഇ വൽ അർളി,
ആകാശത്തും ഭൂമിയിലും എത്രയെത്ര അടയാളങ്ങളാണ് ഞാൻ ദിനംപ്രതി കൊണ്ടുവരുന്നത്. ആകാശത്തിൽ ചന്ദ്രഗ്രഹണം, ഭൂമിയിൽ ഓക്കി ചുഴലിക്കാറ്റ്, ഇതൊക്കെ കണ്ടിട്ടും യമറൂന അലൈഹാ, ഇതൊക്കെ നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. പക്ഷേ വഹും അൻഹാ മുഅ്രിദൂൻ, അതിന്റെ ഗുണപാഠം പഠിക്കാതെ ഇതെന്റെ റബ്ബെന്നെ പേടിപ്പിക്കുന്നതാണ്, അവനിലേക്ക് തിരിച്ചു നടക്കാൻ സമയമായെന്നറിയാതെ നിങ്ങൾ അതിനെയെല്ലാം ലാഘവത്വത്തോടെ പിന്തള്ളുകയാണോ? എത്ര കൃത്യമാണ് ചോദ്യം, എത്ര കൃത്യമാണ് ചോദ്യം. വകഅയ്യിൻ മിൻ ആയത്തിൻ ഫിസ്സമാഇ വൽഅർളി യമറൂന അലൈഹാ വഹും അൻഹാ മുഅ്രിദൂൻ. ഇത് അല്ലാഹു നമ്മൾ കൃത്യമാണ് ചോദ്യം. വകഅയ്യിൻ മിൻ ആയത്തൊന്നും കേട്ടിട്ടില്ലേ? ചന്ദ്രഗ്രഹണം വന്നപ്പോ നമ്മളിങ്ങനെ ബൈനോക്കുലർ വെച്ച് നോക്കാൻ അല്ലാഹു പറഞ്ഞു, ഇത് നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്, ഭയപ്പെടുത്തലാണ്, മുന്നറിയിപ്പാണ്. കാഞ്ഞങ്ങാട് കാസർഗോഡ് ഹൈവേ ഇത് അല്ലേ? ഞാൻ അതിന് ഗൂഗിളിൽ നോക്കണം, അവനാ വായിക്കണ വാർഡിന്. കാഞ്ഞങ്ങാട് കാസർഗോഡ് ഹൈവേ അല്ലേ? ആ വളവ് തിരിയുമ്പോ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഉദ്ഘാടനം ചെയ്തെത്ര ആളായി? ഈ റോഡ് ഉദ്ഘാടനം ചെയ്തെത്ര ആളായി? ഇവിടെയൊക്കെ ആള് നിറഞ്ഞ കഴിഞ്ഞില്ലേ? ഉദ്ഘാടനം കഴിയുന്നതിന് മുമ്പ് നിങ്ങള് പണി കല്യാണത്തിന് മുമ്പ് പ്രസവം നടന്നു. ഒന്നും മുമ്പോട്ടിരിക്കും, സ്ഥലമില്ല. ആളുകൾ ഒരല്പം മുമ്പോട്ടിരിക്കും, കുറച്ച് പരമാവധി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കും. ശബ്ദം ഉണ്ടാക്കരുത്, കസേര സംസാരിക്കൂല, അപ്പൊ നിങ്ങളല്ലേ സംസാരിക്കണം. ആ ഒഴിവായി കിടക്കുന്ന കസേരകൾ അങ്ങോട്ട് കൊടുക്കുക, ആളുകൾ ഇരിക്കട്ടെ, അല്ലെങ്കിൽ അങ്ങോട്ട് ഒതുങ്ങി കൊടുക്കും. അജ്മൽ ഭായി അവിടെ ഇരിക്കുകയാണ്, ഇങ്ങോട്ടിരിക്കുക, വിളിച്ച വരൂല. ഞാൻ വിളിച്ച വരുമോ? ഹ്രസ്വകാല സൗഹൃദത്തിന്റെ ഇടയിൽ അദ്ദേഹം എന്നോട് ചോദിച്ച ഒരേ ഒരു ആവശ്യമാണ് ഈ ഡേറ്റ്. അത് ഞാൻ കൊടുത്തു. അപ്പൊ ഞാൻ വിളിച്ച വരണ്ട. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ നോക്കിക്കോളൂ. ഈ കസേരയെന്ന് ഞാൻ മുമ്പോട്ടിടാത്ത ആ പ്രസംഗത്തിന്റെ ഫ്ലുവൻസ് അങ്ങ് പോകും, പിന്നെ ആ കണ്ടിന്യൂവേഷൻ കിട്ടില്ല. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. കാസർഗോഡ് കാഞ്ഞങ്ങാട് ഉദ്ഘാടനം ചെയ്ത പോട്ട് കുഴപ്പമില്ല. എന്നാലും ആ വളവിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു വർഷത്തിന്റെ ഇടയിൽ ഈ റോഡിൽ പൊലിഞ്ഞത് 24 ജീവനുകൾ. എഴുതി വെച്ചിട്ടില്ലേ? ഉണ്ടോ ഇല്ലയോ? വാണിംഗ്, മുന്നറിയിപ്പ്, ഭയപ്പെടുത്തുകയാണ് PWD, KSTP, പൊതുമരാമത്ത് വകുപ്പ്. ഈ പാതയിൽ ഒരു വർഷത്തിന്റെ ഇടയിൽ പൊലിഞ്ഞത് 24 ജീവനുകൾ. എന്തിനാണ് ആ മുന്നറിയിപ്പ്? വേഗതയിൽ, അതിവേഗതയിൽ പാഞ്ഞു പോകുന്നവൻ ആ മുന്നറിയിപ്പ് കണ്ടാൽ ബുദ്ധിമാനാണെങ്കിൽ അവന്റെ സ്പീഡ് കുറയ്ക്കണം, അവൻ അറ്റൻഡ് ആവണം, അറ്റൻഷൻ ആവണം, അവൻ കെയർഫുൾ ആവണം. ഇതിനാണ് മുന്നറിയിപ്പ്. സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇത് മാത്രം. അതിവേഗതയിൽ പാഞ്ഞു പോകുന്നവൻ അല്പമൊന്നതെന്ന് ചിന്തിക്കാൻ. ഇത് വെറും ഒരു ഭയപ്പെടുത്തൽ മാത്രമാണ്. ഇത് നിങ്ങളെ ഭയപ്പെടുത്തുകയാണ് അല്ലാഹു. നാളെ വരാൻ പോകുന്ന ഈ സൂര്യൻ തകരും. ഈ സൂര്യൻ തകർക്കപ്പെടും, ഈ ഭൂമി പിളർക്കപ്പെടും, നാൽക്കാലികൾ നിലവിളിക്കും. ഈ പ്രപഞ്ചം മുഴുവനും തകർന്ന് തരിപ്പണമാവാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളെ ഞാൻ എന്നിലേക്ക് തിരിച്ചു വരാൻ നിങ്ങളെ ഒന്ന് ഭയപ്പെടുത്തുകയാണ്. അതിവേഗതയിൽ പായുമ്പോ ഈ മുന്നറിയിപ്പ് നൽകിയിട്ട് അല്പം സ്പീഡ് കുറച്ച് ശാന്തമായി ഒന്ന് ചിന്തിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ, ശാന്തമായി നിനക്ക് ചിന്തിക്കാൻ കഴിഞ്ഞാൽ നീ രക്ഷപ്പെട്ടു. കാരണം സൂര്യനും ചന്ദ്രനും ഒക്കെ അല്ലാഹു വെറുതെ ഞാൻ
അടുത്ത ആയത്തിലേക്ക് വരാണ്. അതിനു മുമ്പ് ചന്ദ്രഗ്രഹണം നടന്നതുകൊണ്ട് കാലോചിതമായിട്ട് എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ. എനിക്ക് അങ്ങനെ പറയാൻ ഇഷ്ടം, അതുകൊണ്ട് വിഷയം ഞാൻ കൊടുക്കായിരുന്നു. വിഷയം കൊടുത്താൽ ഇപ്പൊ ഖുർആനിലെ കുടുംബം എന്ന് പറഞ്ഞാൽ പിന്നെ കുടുംബം പറയാൻ പറ്റും. അതുകൊണ്ടാ വിഷയം കൊടുക്കാത്ത. കാലോചിതമായിട്ട് പറയണമല്ലോ. എന്റെ പൊന്ന് സഹോദരങ്ങളെ, ഖുർആന്റെ ആഴങ്ങളിലേക്ക് നാം ഇറങ്ങിപ്പടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക, ഈ സൂര്യനും ചന്ദ്രനും ഒക്കെ എന്തിനാ അല്ലാഹു വെച്ചിരിക്കുന്നത്? സൂര്യൻ നമ്മെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനാണ്. സൂര്യൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ സൂര്യൻ ഉദിക്കുമ്പോ, സൂര്യൻ അസ്തമിക്കുമ്പോ ആ സൂര്യൻ നമ്മോട് പറയുന്നത് നിങ്ങൾ നന്നാവണോ, നന്നാവണമെന്ന് ആഗ്രഹമുണ്ടോ? വാത് കേൾക്കണ്ട, പള്ളിയിലോട്ട് നിങ്ങൾ നോക്കണ്ട. അതിനൊക്കെ മുമ്പേ നിങ്ങളൊന്ന് നോക്കി. പള്ളിയിൽ വന്നിട്ടില്ല, വേറൊരിടത്തും ചെറുപ്പക്കാരെ നിങ്ങൾ മാറണമെന്നുണ്ടോ? നന്മയുടെ വഴിയിലൂടെ നടന്നു പോകണമെന്നുണ്ടോ? സൂര്യനെ ഓർക്കുക. രാവിലെ കിഴക്കൻ ചക്രവാളത്തിലെ അരുണിമയുടെ ശോഭ പടരുമ്പോ കിഴക്കിന്റെ നവസ്ഥലയിൽ മെല്ലെ മെല്ലെ താമരപ്പൂ വിടരുന്നത് പോലെ മെല്ലെ മെല്ലെ ഒരു ഇരുട്ടിൽ നിന്ന് ഭൂമിയെ വെളിച്ചത്തിലോട്ട് കൊണ്ടുവരുന്ന സൂര്യനെ കണ്ടോ? ആ സൂര്യന്റെ ഉദയം നിന്നെ ഓർമ്മിപ്പിക്കുന്നത് നിന്റെ ജനനത്തെയാണ്. സൂര്യൻ ഉദിക്കുമ്പോ ഇരുട്ടിന്റെ ഉള്ളിൽ നിന്ന് മെല്ലെ മെല്ലെ വെളിയിലേക്ക് വെളിച്ചത്തിലേക്ക് വരികയാണ്. സഹോദരാ, അത് നിന്റെ ജനനമാണ്. ഉമ്മാന്റെ ഗർഭാശയം എന്ന ഇരുട്ടിൽ നിന്ന് മെല്ലെ മെല്ലെ നീനാ ഭൂമിയുടെ വെളിച്ചത്തിലേക്ക് കടന്നു വരികയാണ്. സൂര്യന്റെ ഉദയം സൂചിപ്പിക്കുന്നത് നമ്മുടെ ജനനത്തെയാണ്. ആ സൂര്യൻ മെല്ലെ മെല്ലെ അവിടെ നിന്ന് ഉദിച്ചുദിച്ചു മെല്ലെ മെല്ലെ സഞ്ചരിക്കാൻ തുടങ്ങി. ആ സഞ്ചാരം മെല്ലെ മെല്ലെ സൂര്യനൊപ്പം നന്നായി തെളിഞ്ഞിട്ടില്ല. ഉദിച്ച ഉടനെ സൂര്യൻ മെല്ലെ മെല്ലെ മുകളിലേക്ക് ഉയരുമ്പോ അത് നിന്റെ ബാല്യമാണ്, അത് നിന്റെ കൗമാരമാണ്. ഉദിച്ച സൂര്യൻ നട്ടുച്ച നേരത്തെ തലയുടെ മുകളിൽ കത്തിജ്വലിച്ചു നിൽക്കുമ്പോ ഒരാൾക്ക് പോലും താങ്ങാൻ പറ്റാത്ത ചൂടോടെ, ഒരാൾക്ക് പോലും അടുത്തേക്ക് പോകാൻ കഴിയാത്ത ചൂടോടെ സൂര്യൻ കത്തിജ്വലിച്ചു നിൽക്കുമ്പോ ചെറുപ്പക്കാരാ, അത് നിന്റെ യൗവനമാണ്. ആർക്കും തൊട്ടാലും പൊള്ളുന്ന യൗവനം, ആർക്കും അടുത്തേക്ക് വരാൻ ധൈര്യമില്ലാത്ത യൗവനം, കത്തിജ്വലിച്ചു നിൽക്കുന്ന യൗവനം, ആർക്ക് വേണ്ടിയും കൊല്ലാൻ പോകുന്ന യൗവനം, ആര് പറഞ്ഞാലും കടാര കയ്യിലെടുക്കുന്ന യൗവനം, ആരെയും കുത്തി വീഴ്ത്താൻ പോകുന്ന യൗവനം, കുതിരയെ പോലെ നീ മുമ്പോട്ട് പോകുന്ന യൗവനമാണ്. സൂര്യൻ കത്തിജ്വലിച്ചു നട്ടുച്ചക്ക് നിൽക്കുമ്പോ അത് നിന്റെ യൗവനത്തെയാണ് ഓർമ്മിപ്പിക്കുക. യൗവനം കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ വീണ്ടും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുകയാണ്. മോനെ, സൂര്യൻ പിന്നെ യുവത്വം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വാർദ്ധക്യത്തിലേക്ക് തിരിച്ചു നടക്കുകയാണ്. കത്തിജ്വലിച്ച സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് മുമ്പോട്ട് പടിഞ്ഞാറോട്ട് പോകുമ്പോ അതിന്റെ ചൂടുമെല്ലെ കുറയാൻ തുടങ്ങി, അതിന്റെ വെളിച്ചം മെല്ലെ മങ്ങാൻ തുടങ്ങി, നിന്റെ തലമെല്ലെ നരക്കാൻ തുടങ്ങി, നിന്റെ തൊലി ചുളുങ്ങാൻ തുടങ്ങി, നിന്റെ കാലിന്റെ ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങി, നിന്റെ നിസ്കാരം കസേരയിലേക്ക് മാറി. ആ സൂര്യൻ മെല്ലെ മെല്ലെ പടിഞ്ഞാറോട്ടടുത്തു വരുമ്പോ നിന്നെ മധ്യവാർദ്ധക്യത്തിലേക്ക് നീ നടക്കുകയാണ്. തലമുടി കൊഴിയുന്നു, പല്ലു പൊടിയുന്നു, ശരീരത്തിന് ആരോഗ്യം നഷ്ടപ്പെടുന്നു. അവസാനം വാർദ്ധക്യത്തിലേക്ക്, യുവത്വത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്ക് തിരിച്ചു നടന്ന് പടിഞ്ഞാറിന്റെ മടിത്തട്ടിലെ അറബിക്കടലിന്റെ തിരമാലകളുടെ ഉള്ളിലേക്ക് സൂര്യൻ ഇങ്ങനെ വലിയുമ്പോ അസ്തമിക്കുന്നതിന് തൊട്ടു മുമ്പ് സൂര്യന്റെ ഒരു നിൽപ്പുണ്ട്. വല്ലാടെ ചെഞ്ചായമണിഞ്ഞ് നിൽക്കുന്ന സൂര്യന് അത് നിന്റെ മരണത്തിന് തൊട്ടു മുമ്പുള്ള സമയമാണ്. ഈമാന്റെ പ്രഭ കൊണ്ട് നിന്റെ മുഖം ഇങ്ങനെ ചെഞ്ചായമണിയണം. നിന്റെ മുഖം ഇങ്ങനെ അസ്രായിലിനെ കണ്ട് സൂര്യനെ പോലെ ജ്വലിച്ചു നിൽക്കണം. ആ ജ്വലനത്തിന്റെ ഇടയിൽ സൂര്യനാ അറബിക്കടലിലേക്ക് മെല്ലെ അത് കാണാമറയത്തേക്ക് പോയി. നീമല പള്ളിക്കാട്ടിലെ കബറിലേക്ക് 6 അടി മണ്ണിന്റെ ഉള്ളിലേക്ക് പോയി. പൊടിമണ്ണ് നിന്നെ മുകളിൽ നിറഞ്ഞു, നീ മണ്ണിന്റെ അടിയിലേക്ക് മറഞ്ഞു, സൂര്യൻ അറബിക്കടലിലേക്ക് മറഞ്ഞു. അല്ലാഹു പറയുകയാണ്, അല്ലാഹു സൂര്യനെ തന്നത് നിന്റെ ജീവിതത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കാനാണ്. 2 മണിക്കൂർ വഅ്ള് പറയണ്ട, 4 മണിക്കൂർ നിങ്ങൾ വായന നടത്തണ്ട. ഉദിക്കുന്ന സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഒരു ചിന്താശേഷിയോടെ നോക്കി നിന്നാൽ അത് മടി നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് താഴേക്ക് വീണ് മെല്ലെ മെല്ലെ ബാല്യവും കൗമാരവും കഴിഞ്ഞ് യൗവനത്തിന്റെ തീച്ചൂളയിൽ ആര് പിടിച്ചാലും കിട്ടാത്ത യാഗ്വാക്ഷം കടക്കെ
ആരുണ്ടൻ കുതിരയെ പിടിക്കുവാൻ എന്ന് കവി ചോദിച്ചതുപോലെ യൗവനം എങ്ങനെ ജ്വലിച്ചു മാറുമ്പോ നോക്കി നിൽക്കുന്നതിനപ്പുറം ഉറക്കത്തിൽ എഴുന്നേൽക്കുന്നത് പോലെ ആയുസൊടുങ്ങി പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ നിങ്ങൾ നിത്യ വിശുദ്ധമാം ജീവിത പാതയിലൂടെ പോവുക മുന്നോട്ട് മാനവാ. ജീവിതം അന്യോന്യ സുന്ദരമാക്കുവാൻ ഇല്ല തിരിച്ചിനി കിട്ടില്ലൊരിക്കലും മുല്ലതൻ പൂ പോൽ ചിരിക്കും ഈ യൗവനം. ഇല്ല തിരിച്ചിനി കിട്ടില്ലൊരിക്കലും മുല്ലതൻ പൂ പോൽ ചിരിക്കും ഈ യൗവനം. ചുറ്റും കരുത്തുറ്റൊരേത് വിഘ്നങ്ങളും പൊട്ടിത്തകർത്തിടാൻ പോന്നൊരു യൗവനം. ഈ യൗവനം പാഴാക്കരുത്. എന്തുകൊണ്ടെന്നറിയുമോ? അടുത്ത ആയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇതേവരെ ഞാൻ പറഞ്ഞത് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽകു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സൂര്യനെ കണ്ടുപഠിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. വാക്കവിയെ കേട്ട് പഠിക്കാനല്ല, വയത് കേട്ട് പഠിക്കാനല്ല. സൂര്യനെ കണ്ടിട്ട് ബുദ്ധിശാലി പഠിക്കണം. ഇന്ന ഫീ ദാലിക ലദിക്റാ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഉലിൽ അൽബാബ്. ഇതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വഖ്തിലാഫിൽ ലൈലി വന്നഹാരി. രാത്രിയും പകലും മാറി മാറി വരുന്നതിലുണ്ട്. രാത്രിയും പകലും മാറി മാറി വരുന്നത് സൂര്യോദയാസ്തമയം അനുസരിച്ച്. അപ്പൊ സൂര്യോദയത്തിലും അസ്തമയത്തിലുമുണ്ട്. ചിന്തിക്കുന്നവർക്ക് ഗുണപാഠമുണ്ട്. അതീ ഗുണപാഠമാണ് അല്ലാഹുവേ. ഉദിച്ചു വന്നുമില്ല, ജ്വലിച്ചു നിന്ന് പിന്നെ അസ്തമിച്ചു ഞാൻ പോവേണ്ട ജീവിതമാണല്ലോ. അതുകൊണ്ട് അല്ലാഹുവേ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവേ നീ എല്ലാത്തിനും കഴിവുള്ളവനാണ്. നിന്റെ കഴിവിന് പരിമിതികൾ അല്ലാഹുവേ. സചേതനമല്ലാത്ത കരിമ്പാറ കെട്ടിൽ നിന്ന് പാല് ചൊരത്തുന്ന ഒട്ടകത്തെ സൃഷ്ടിച്ചതും നീ. ശൂന്യാകാശത്തിൽ നിന്ന് രുചികരമായ ഭക്ഷണവുമായി ഈ സാനവിക്ക് മായിത ഇറക്കി കൊടുത്തതും നീ. നിന്റെ ഹബീബിന്റെ വിരൽ ചുണ്ടിയപ്പോ ചന്ദ്രഗോളത്തെ പൊട്ടിപ്പിളത്തി കൊടുത്തതും നീ. അല്ലാഹുവേ നീ എല്ലാത്തിനും കഴിവുള്ളവനാണ്. നിന്റെ അധികാരത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു റബ്ബേ. അതുകൊണ്ടാണ് അല്ലാഹു അക്ബർ എന്ന് 5 ദിവസവും നമ്മൾ വിളിച്ചു പറഞ്ഞത്. അല്ലാതെ അള്ളാഹുടെ ഗതികേടല്ല. ആ പെണ്ണിന് മറുപടി പറയേണ്ട കാര്യമില്ല. എനിക്ക് അടുത്ത സമയത്ത് വാട്സപ്പിൽ വന്ന ഏറ്റവും കൂടുതൽ മെസ്സേജ്, ഉസ്താദെ ജാമ്യതയ്ക്ക് മാത്രം നിങ്ങൾ എന്താ മറുപടി പറയാത്തെന്നാണ്. നിങ്ങൾ പറഞ്ഞാലേ ശരിയാവുള്ളൂ എന്നാണ്. എന്നെ ചുമ്മാ പിരികറ്റാനാണ്. ജാമ്യതയ്ക്ക് മറുപടി ഇല്ല, ബാക്കി ആർക്കും പറയും. കാരണം അവൾ മറുപടി അർഹിക്കുന്നില്ല. ജാമ്യത ഇസ്ലാമിൽ നിന്ന് വെളിയിലാണ്. ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾ ഇസ്ലാമിനെ പരിഹസിച്ചാൽ അതിന് മറുപടി പറയേണ്ട ബാധ്യത നമുക്ക് ഇല്ല. എന്തുകൊണ്ട്? മതത്തോട് വിദ്വേഷമുള്ള ആളുകൾ പലപ്പോഴും പലതിനെയും വിമർശിക്കാറുണ്ട്, അവർ പലതിനെയും പരിഹസിക്കാറുണ്ട്. അതിനൊക്കെ മറുപടി പറയേണ്ട കാര്യമില്ല. തന്റെ ഷെയ്ഖായ ചേകന്നൂരിന്റെ സിദ്ധാന്തത്തെ പിൻപറ്റി വഖത്ത് നിസ്കാരം 3 ഉള്ളൂ എന്ന് പറഞ്ഞതോടുകൂടി ജാമ്യത ഇസ്ലാമിന് വെളിയിലാണ്. അവൾ അമുസ്ലിമാണ്. അമുസ്ലിമായ ഒരാൾ ജുമാ നിസ്കരിച്ചാൽ അതിപ്പോ എന്തൊക്കെ ചെയ്യാറുണ്ട്? ഒരൊറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുസ്ലിമായ ഒരു വിശ്വാസിക്ക് മാത്രമേ ആരാധനകൾക്ക് ശുദ്ധി നിർബന്ധമുള്ളൂ. അമുസ്ലിമായ ഒരാൾക്ക് ആരാധനയിൽ ശുദ്ധി നിർബന്ധമില്ല. അപ്പൊ പിന്നെ ജാമ്യതയ്ക്ക് എപ്പോ വേണേലും നിസ്കരിക്കാം. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല? അപ്പൊ പിന്നെ നമ്മളതിനെ കുറിച്ച് പരിഗണിക്കേണ്ട കാര്യമില്ല. ഒരു വിശ്വാസിയായ ഇസ്ലാമിക ശരീഅത്തിനെ അംഗീകരിക്കുന്ന ഒരാൾക്ക് മാത്രമേ നിസ്കരിക്കുമ്പോൾ ശുദ്ധി. ഒളു എടുക്കേണ്ട. ഇവിടെയുള്ള ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും നിങ്ങൾ ഒളു എടുക്കണോ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. മുസ്ലിമായ ഒരാൾ പള്ളിയിൽ വന്ന് നമുക്ക് എന്ത് പറയാം? നിങ്ങൾ നിസ്കരിക്കണമെങ്കിൽ ഒളിവെടുക്കണം. എന്തുകൊണ്ട്? അവർ മുസ്ലിമാണ്. ഇസ്ലാമിക വൃത്താന്തത്തിൽ നിന്ന് വെളിയിൽ പോയ ഒരാള് അതിപ്പോ അവിടെ പാടല്ല ചാക്ക് കെട്ടിയിട്ട് നിസ്കരിച്ചാലും നമ്മളതിന് മറുപടി പറയേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? അവർക്ക് ശുദ്ധി ബാധകമല്ല. ഇസ്ലാമിന്റെ നിയമങ്ങൾ അവർക്ക് ബാധകമല്ല. ബാധകമല്ലാത്ത ഇസ്ലാമിൽ നിന്ന് 3 വഖത്ത് നിസ്കാരമേ ഉള്ളൂ എന്ന് പറഞ്ഞ പഴയ JCB മുസ്ലിയാരെ മുരീദത്താണ് അവര്. JCB മുസ്ലിയാർ അറിഞ്ഞൂടാ?
പഴയ ചേകന്നൂര് ഒരു 10-15 വർഷം മുമ്പ് ആരോ ഒരു വാതിനെ വിളിച്ചുകൊണ്ട് പോയതാണ്. പോയിട്ട് വകലിട്ട് തീർന്നിട്ടില്ല, മൂപ്പിലാനോട്ട് തിരിച്ചു വന്നിട്ടുമില്ല. JCB കൊണ്ട് തോണ്ടിയിട്ട് ഒരു ചെരുപ്പേ കിട്ടിയിട്ടുള്ളൂ, രണ്ടാമത്തെ തൊട്ട് കിട്ടിയിട്ടുമില്ല. അപ്പൊ അദ്ദേഹത്തെ പിൻപറ്റിയ തന്റെ ജീവിതത്തിന്റെ ലാഭത്തിന് വേണ്ടി പല വഴികളിലെ പ്രതിനിധാനം ചെയ്ത് ആ വഴികളിലൂടെ നടന്നു വന്ന തിരുവനന്തപുരം സ്വദേശിനിയാണ് ജാമിദ. ഞാൻ അവിടെ ജോലി ചെയ്ത ആളാണ് 6 വർഷത്തോളം. അപ്പൊ അവരോട് മറുപടി പറയേണ്ട കാര്യം നമുക്ക് ഇല്ല. കാരണം അത് ഒരു സ്പോൺസേഡ് പ്രോഗ്രാമാണ്. ഏഷ്യാനെറ്റിലും ചാനലിലും ഒക്കെ ചിലപ്പോ രാവിലെയൊക്കെ ചില പരിപാടി ഉണ്ട്. ആ പരിപാടിയിൽ എഴുതി കാണിക്കും സ്പോൺസേഡ് പ്രോഗ്രാമാണ് എന്ന് പറഞ്ഞാൽ ചാനലുകാർക്ക് ഉത്തരവാദിത്വം ഇല്ല. ഇത് വേറെ ആരോ സ്പോൺസർ ചെയ്തിട്ട് 1/2 മണിക്കൂർ നടത്തുന്നതാണ്. ജാമിദയുടെ പത്രസമ്മേളനവും ജാമിദയുടെ ജുമയും എഴുതി കാണിച്ചത് സ്പോൺസേഡ് പ്രോഗ്രാമാണ്. സ്പോൺസേഡ് പ്രോഗ്രാമിന് മറുപടി പറയേണ്ട ജോലി നമുക്കില്ല. ഇപ്പം കാര്യങ്ങൾ മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. നമ്മളിപ്പോ കണ്ടതും ഇതിനേക്കാളും വലിയ ഹാലിളകി വന്നിട്ടുണ്ട് വ്യാജപ്രവാചകന്മാർ. ഇവിടെ ഇസ്ലാമിനൊന്നും സംഭവിച്ചിട്ടില്ല. ലോകത്തിലെ ഏറ്റവും വളരുന്ന മതം ഇസ്ലാമാണ്. എന്തുകൊണ്ട്? അത് ഇസ്ലാമിന്റെ സൗകുമാര്യം കൊണ്ടാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പെണ്ണുങ്ങൾക്ക് വേണ്ടി ഒരു ജുമാ നടത്തിയിട്ട് പുറകിലൊരു പെണ്ണിനെ പോലും കിട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നതാണ്. നമ്മുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നതാണ്. നമ്മുടെ കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടത് ഏതാണ്? അതാണ് സൂറത്തുൽ മുൽക്ക് നമ്മോട് പറഞ്ഞ ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമുണ്ട്. അതാണ് അടുത്ത ആയത്ത്. ആ ഒരൊറ്റ വിഷയത്തിലെ ഞാനിന്ന് പറയുന്നു. അള്ളാഹു പറയാനും കേൾക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും ഹൃദയത്തിന് വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. ഉറക്കെ നിങ്ങൾ ഉറങ്ങുകയാണോ? 10:30 അല്ലേ? നിങ്ങൾ ഉറങ്ങുകയാണോ? അല്ല. അപ്പൊ നന്നായിട്ട് ആമീൻ പറയണം. വേറൊന്നുമില്ല. ഒരാമീൻ ഉറക്കെ പറയുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗം, നമ്മുടെ ഒരു ആദർശത്തിന്റെ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞിട്ട് സൂറത്തുൽ മുൽക്കിന്റെ 2ാമത്തെ ആയത്തിൽ വളരെ പ്രധാനമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഉസ്താദെ, മദ്യപാനത്തെ കുറിച്ച് പറയണമെന്ന് എന്നോട് പറഞ്ഞവരുണ്ട്. ഉസ്താദെ, കഞ്ചാവിനെ കുറിച്ച് നന്നായിട്ട് പറയണമെന്ന് പറഞ്ഞവരുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നന്നായിട്ട് നടക്കുന്നുണ്ടെന്നാണ്. ഇതൊന്നും പറയണ്ട. ഇതെല്ലാം ഈ ഒരൊറ്റ വാക്കിലുണ്ട്. ഇതെല്ലാം മാറാൻ ഈ ഒരൊറ്റ വാക്ക് മതി. അപ്പൊ പിന്നെ അത് പറയലല്ലേ നല്ലത്. ഒരിക്കലും ഒരു കൂട്ടരെന്നോട് വന്ന് വാതിന് ഡേറ്റ് വെച്ച് കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ അവരോട് ഉസ്താദ് ഒരിക്കൽ ജുമയ്ക്കെങ്കിലും വന്നൊന്ന് സംസാരിക്കണം. അങ്ങനെ ആ നാട്ടിലെ ജുമയ്ക്ക് പോയി. ജുമാ നമസ്കാരം കഴിഞ്ഞപ്പോൾ അവരൊക്കെ വന്നിട്ട് ഉസ്താദ് ഒന്ന് പ്രസംഗിക്കണം. അപ്പൊ എല്ലാവരും ഇരുന്നു. ഞാൻ പ്രസംഗിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ പ്രത്യേകിച്ച് പറയണം? ഉസ്താദ്, മദ്യപാനത്തെ കുറിച്ച് പറഞ്ഞാൽ മതി. മദ്യപാനത്തെ കുറിച്ച് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു, ഇപ്പൊ പള്ളിയിൽ വന്ന് ജുമാ എഴുതിയിരിക്കുന്നവരോട് അങ്ങനെ മദ്യപാനമാണ്. അല്ല ഉസ്താദ്, അത് പറഞ്ഞാൽ മതി. ഞാനൊത്ത് ലൗഡ് സ്പീക്കർ ഉള്ളത് കൊണ്ട് വെളിയിൽ കേൾക്കും. മദ്യപാനത്തെ കുറിച്ച് നന്നായിട്ട് പറഞ്ഞു. കുറച്ചേരം സംസാരിച്ച് ദുആയൊക്കെ ചെയ്ത് ഇറങ്ങിയപ്പോ വണ്ടി കയറാൻ നേരത്തെ പ്രസിഡന്റിനോട് ഞാൻ ആശങ്കയോടെ ചോദിച്ചു, മദ്യപാനത്തെ കുറിച്ച് ഞാൻ പള്ളിയിലിരുന്നാണ് പറഞ്ഞത്, എല്ലാവർക്കും തൃപ്തിയാണല്ലോ അല്ലെ? ഉസ്താദെ, വലിയ തൃപ്തിയാണ്, എല്ലാവരും മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. ഉസ്താദ് വലിയ ഖൈറായി എല്ലാവരും. ഞാൻ ചിരിക്കാൻ പറഞ്ഞതല്ല. ഞാൻ ഈ പറയുന്നത് ഒരു ആലങ്കാരിക കഥയിൽ ഉത്തരവാദിത്വത്തോടെയാണ് പറയുന്നത്. അത് ആരെയും നോവിക്കാനൊന്നുമല്ല. ലോകം എത്തി നിൽക്കുന്ന ഒരവസ്ഥ, തെറ്റാണ് എന്ന് അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് ലോകത്തിന് നഷ്ടപ്പെട്ടു പോയി. പണ്ടൊരു തെറ്റ് ചെയ്താൽ, അള്ളാഹു ഞാൻ തെറ്റ് ചെയ്താൽ അത് തെറ്റാണ് എന്ന മനസ്സിലൊരു വേദന ഉണ്ടായിരുന്നു. ഇപ്പോ അത് തെറ്റാണ് എന്ന് അംഗീകരിക്കാൻ പറ്റൂല. പണ്ടൊരു മോശമായ സിനിമ പോസ്റ്ററിലേക്ക് നോക്കിയാൽ വാപ്പ വഴക്ക് പറയും. ഒരു ഉദാഹരണം പറയാം, മോനെ കൊള്ളത്തിലത് കാണരുത് കേട്ടോ. ഇപ്പൊ മോന്റെ മൊബൈലില് അങ്ങനെ ഒരു കൊള്ളാത്ത ചിത്രം വന്നാൽ, മോനെ ഇതെന്തായി കാണിക്കണം? അപ്പൊ ഞാനല്ല, അത് ചുമ്മാ ഫേസ്ബുക്കിൽ ലൈക്ക് വന്നപ്പോ അവന്റെ അക്കൗണ്ടിൽ വന്നത് എന്റെ ഇതിനകത്തോട്ട്. ഞാൻ പറഞ്ഞ ലാഘവത്തെ നിങ്ങൾക്ക് മനസ്സിലായോ? പണ്ടൊരു മോശമായ ചിത്രം കണ്ടാൽ വാപ്പ വഴക്ക് പറയും. അല്ലോ വാപ്പ വഴക്ക് പറഞ്ഞല്ലോ, പിന്നെ നോക്കൂല. ഇപ്പൊ വന്നാൽ പറയും, വാപ്പ അത് എന്റേതല്ല, അവന്റെ ഫോളോവേഴ്സാണ് ഞാൻ, അല്ല അവന്റെ ലൈക്ക് ചെയ്തപ്പോ അറിയാതെ ഇതിൽ വന്നു കയറാൻ ഞാനല്ല വാപ്പ.
യഥാർത്ഥത്തിൽ ഒരു തെറ്റാണ് എന്ന് അംഗീകരിക്കുന്നതിന് അപ്പുറത്ത് നിന്ന് ഒഴിവ് കഴിവുകൾ പറഞ്ഞതിനെ നേരിടാൻ നാം കഴിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനൊരു പള്ളിയിലെ ഇമാമിനോട് ചോദിച്ചപ്പോൾ ഞാൻ ഉത്തരവാദിത്തത്തോടെ പറയാണ്, പേരൊന്നും ചോദിക്കരുതെന്നുള്ളൂ. ഞാൻ ജനങ്ങളൊക്കെ എങ്ങനെ നല്ല റാഹത്താണ്, എല്ലാവരും പള്ളിയിലൊക്കെ നിസ്കരിക്കുക എല്ലാവരും ഉണ്ട്. ഞാൻ കമ്മിറ്റിക്കാരൊക്കെ അങ്ങനെ അവരും 5 നേരം നിസ്കരിക്കുന്നവരാണ്. പിന്നെ പ്രസിഡന്റ് മാത്രം സുബഹിക്ക് വരൂല, ബാക്കി എല്ലാത്തിനും വരും. ഞാൻ ചോദിച്ചു, നമ്മുടെ ആ നാടിന്റെ പരിസരത്താണ് കേട്ടോ, ഇവിടെ ഒന്നുമല്ല, ജീവനോട് പോകണ്ടേ എനിക്ക്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ അതിന്റെ കാര്യം. ഞാനത് പ്രസിഡന്റിന്റെ വീട് അക്കലെയാണ്, അതുകൊണ്ടാണ് ജുമയ്ക്ക് അല്ല സുബഹിക്ക് വരാത്തത്. അപ്പൊ പറഞ്ഞു അല്ല, ഇശ കഴിഞ്ഞിട്ട് മെല്ലെ വന്ന് മുപ്പലൊന്ന് മെല്ലെ നടിച്ചിട്ടാണ് കിടക്കുക, സുബഹി ആവുമ്പോ അതിന്റെ കെട്ടങ്ങൾ വിടൂല, ലോഹറിന് വരും. ഞാൻ പലപ്പോഴും ഇത് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ പറയാനുള്ള കാരണം, ഇന്ന് തെറ്റിനെ കുറിച്ച് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് അംഗീകരിക്കാൻ കഴിയില്ല. പെണ്ണ് നൃത്തമാടിയ പെണ്ണല്ല പ്രതി, പ്രസംഗിച്ച ആളാണ് പ്രതി. എന്തിനത് പറയണം? തെറ്റിനെ എന്തിന് ചൂണ്ടിക്കാട്ടണം? അന്യ ചെറുപ്പക്കാരന്റെ കൂടെ വന്ന മോളെ ശകാരിച്ചാൽ വാപ്പയാണ് പ്രതി, മോള് പ്രതിയല്ല. വാപ്പയുടെ ശകാരത്തിൽ മനം നൊന്തു. സ്കൂളിൽ വന്ന് കുരുത്തക്കേട് കാണിച്ചൊരു കുട്ടിയെ തല്ലിയാൽ കുരുത്തക്കേട് കാണിച്ച കുട്ടിയല്ല പ്രതി, തല്ലിയ അധ്യാപികയാണ് പ്രതി എന്ന് പറഞ്ഞാൽ മാനദണ്ഡങ്ങൾ മാറി. ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ ഒരു ലെറ്റർ ഒരു പെൺകുട്ടി തന്നു, ഉസ്താദേ എന്റെ ഭർത്താവിന് 2 വേറെ പെണ്ണുങ്ങളുമായി ബന്ധമുണ്ട്, ഉസ്താദ് ആ കാര്യത്തെ കുറിച്ച് നന്നായിട്ടൊന്ന് പറയണം, ദുആ ചെയ്യണം. ഇവിടെ തന്നെ ഉസ്താദ് അത് പറയുകയും ചെയ്തു. അതിന്റെ താഴെ എഴുതിയിരിക്കുന്നു ഉസ്താദ് ഇത് ഇവിടെ തന്നെ പറയണം. അപ്പൊ ഞാനോത്ത് പടച്ചോൻ അതെന്താണ്, അതിന്റെ താഴെ എഴുതിയിരിക്കുന്നു എന്റെ ഭർത്താവ് ഉസ്താദിന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്, അതൊക്കെ. എന്നിട്ട് വീണ്ടും എഴുതുന്നു ഉസ്താദ് ഇവിടെ തന്നെ പറയണം, കാരണം ആ 2 പെണ്ണുങ്ങളും അപ്പുറത്തിരിപ്പുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഒരു അവസ്ഥയിലേക്ക് തെറ്റുകൾ മാറി എന്ന് പറയുന്നത് ഇതൊരു തമാശക്ക് വേണ്ടി ഞാൻ പറയുന്നതല്ല, തെറ്റിനെ തെറ്റായി ഗണിക്കുന്നില്ല. സിഗരറ്റ് വലിക്കുന്ന ഒരു കുട്ടിയോട് പറഞ്ഞാൽ, പണ്ട് വാപ്പയുടെ മുമ്പിൽ ഒരാൾ സിഗരറ്റ് വലിച്ചിട്ടില്ല, ഇന്ന് വലിച്ച ആൾ ചോദിക്കുന്നത് മസാലാപരമായി എന്ത് തെറ്റാനുള്ളത് ഹദീസിലുണ്ടോ, ഖുർആനിലുണ്ടോ? എല്ലാം തിരിച്ചു പോകുന്ന ഒരു ലോകത്തേക്ക് നമ്മുടെ ജീവിതത്തിന്റെ മാനദണ്ഡങ്ങൾ മാറുമ്പോ എല്ലാം ഈ ഭൂമിയിൽ പരമാവധി ആസ്വദിച്ചിട്ട് മരിച്ചു പോകേണ്ടവരാണ്, ആസ്വദിക്കേണ്ടവരാണ് എന്ന ബോധം നമ്മുടെ ഹൃദയങ്ങളെ വേട്ടയാടുമ്പോ ഇവിടെയാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന പരമപ്രധാനമായ വസ്തുത. ആരാണ് അല്ലാഹു എന്നറിയുമോ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. വളരെ ശ്രദ്ധയോടെ കേൾക്കണേ, അല്ലാഹു പറയുകയാണ്. ആരാണ് അല്ലാഹു എന്നറിയുമോ? അല്ലദീ ഖലഖൽ മൗത, അവനാണ് മരണത്തെ സൃഷ്ടിച്ചവന്. ശ്രദ്ധിച്ച് കേൾക്കണം, ഈ ഒരൊറ്റ ആയത്തിന്റെ ഉള്ളിലെ ഉള്ളടക്കം മതി നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവാൻ. അല്ലാഹു പറയുകയാണ് അല്ലദീ, അല്ലാഹു ആരെന്നറിയുമോ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, അല്ലദീ ഖലഖൽ മൗത, അവനാണ് മരണത്തെ സൃഷ്ടിച്ചവന്. രണ്ടാമത് അല്ലാഹു പറയുകയാണ് വൽ ഹയാ, അവനാണ് ജീവിതത്തെ സൃഷ്ടിച്ചവന്. യഥാർത്ഥത്തിൽ അല്ലാഹുവിടെ പറഞ്ഞതെന്നറിയുമോ? ഈ ഭൂമിയിലെ ജീവിതം ഒരു ജീവിതമായിട്ട് അല്ലാഹു പരിഗണിച്ചിട്ടില്ല. അങ്ങനെ പരിഗണിച്ചിരുന്നുവെങ്കിൽ അല്ലാഹു പറയേണ്ടതല്ലദീ ഖലഖൽ ഹയാത, അവനാണ് ഈ ജീവിതത്തെ സൃഷ്ടിച്ചത്, വൽ മൗത, അവനാണ് മരണത്തെ സൃഷ്ടിച്ചത് എന്ന് പറയേണ്ടതിന് പകരം അല്ലാഹു നമ്മോട് പറഞ്ഞത് അല്ലദീ ഖലഖൽ മൗത, അവനാണ് മരണത്തെ സൃഷ്ടിച്ചത്, വൽ ഹയാ, അവനാണ് ജീവിതത്തെ സൃഷ്ടിച്ചത്. അപ്പോൾ യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞാൽ അത് മരണത്തിന് ശേഷമുള്ള ജീവിതമാണ്. മനസ്സിലാകുമല്ലോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ ഈ ജീവിതത്തെ ഒരു ജീവിതമായിട്ട് അല്ലാഹു പറഞ്ഞിട്ടേയില്ല. അവൻ പറഞ്ഞ ജീവിതം അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ. അപ്പൊ യഥാർത്ഥ ജീവിതം മരണത്തിന് ശേഷമുള്ള ജീവിതമാണ്. ഈ 70 വർഷക്കാലത്തെ ജീവിതത്തെ, നാം ഇന്ന് ഏറ്റവും വലുതെന്ന് ഗണിക്കുന്ന ജീവിതത്തെ അല്ലാഹു ഒരു ജീവിതമായി പരിഗണിച്ചിട്ടില്ല. എങ്ങനെയാണ് ഈ ജീവിതത്തെ ജീവിതമായി പരിഗണിക്കുന്നത്? എങ്ങനെയാണ്? ആഗ്രഹങ്ങൾ പൂർത്തിയാകാത്ത ലോകം, മോഹങ്ങൾ നടപ്പാക്കാത്ത ലോകം, രോഗങ്ങൾ പിടികൂടുന്ന ലോകം, കടമുറക്കം നടത്തപ്പെടുന്ന ലോകം, വളർത്തിയ മക്കള് ദുഃഖം നൽകുന്ന ലോകം,
ലോകം, സ്നേഹിച്ച ഭാര്യ വഞ്ചിക്കുന്ന ലോകം, വിശ്വസിച്ച ഭർത്താവ് ചതിക്കുന്ന ലോകം. ഈ ജീവിതത്തെ എങ്ങനെയാണ് ജീവിതമെന്ന് ഗണിക്കുക? ഈ ജീവിതത്തെ എങ്ങനെയാണ് ജീവിതമെന്ന് പരിഗണിക്കുക? അതുകൊണ്ട് സഹോദരങ്ങളെ, എവിടെയൊക്കെ അല്ലാഹു ഈ ജീവിതത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഖുർആൻ മുഴുവനും നിങ്ങൾ പരതി നോക്കുക. ഈ യഥാർത്ഥ ഈ ജീവിതത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവ് നിങ്ങളെ ചതിക്കുന്ന ചില വസ്തുക്കളാണ്. എവിടെയൊക്കെ ഭൗതിക ജീവിതത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞുവോ അവിടെയൊക്കെ പറഞ്ഞത് ഈ ജീവിതം നിങ്ങളെ ചതിച്ചു കളയും. യഥാർത്ഥത്തിൽ ജീവിതമാണ് എന്നെ ചതിച്ചത്, മരണം എന്നെ ചതിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ വിശ്വാസയോഗ്യതയുള്ളത് മരണത്തിനാണ്. ജീവിതമാണ് എന്നെ ചതിച്ചത്, ജീവിതത്തിൽ കൂട്ടുകാരനാണ് എന്നെ ചതിച്ചത്. വരാമെന്ന് പറഞ്ഞ സമയത്ത് എന്റെ കൂട്ടുകാരൻ വന്നില്ലല്ലോ, കാത്തിരുന്നിട്ടും അവൻ വന്നില്ലല്ലോ. എന്നാലും മരണം എന്നെ ചതിച്ചിട്ടില്ല. വരാന്ന് പറഞ്ഞ സമയത്ത് മരണം വന്നിട്ടുണ്ട്, കാത്തിരുന്ന സമയത്ത് മരണം വരാമെന്ന് പറഞ്ഞ സമയത്ത് വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ് മുന്തിയിട്ടില്ല, ഒരു മിനിറ്റ് പിന്തിയിട്ടില്ല. ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖദിമൂൻ. ഒരു മിനിറ്റ് മുന്താതെ ഒരു മിനിറ്റ് പിന്താതെ പറഞ്ഞ സമയത്ത് തന്നെ മരണം വന്നല്ലോ. മരണം എന്നെ ചതിച്ചില്ല, ജീവിതമാണ് എന്നെ ചതിച്ചത്. ഭാര്യയാണ് എന്നെ ചതിച്ചത്, ഭർത്താവാണ് എന്നെ ചതിച്ചത്, മക്കളാണ് എന്നെ ചതിച്ചത്. ഈ ജീവിതത്തിൽ ഞാൻ വിലപിടിപ്പോടെ വളർത്തിയ, രാപ്പകൽ അധ്വാനിച്ച് ഞാൻ വളർത്തിയ മക്കളാണ് എന്നെ ചതിച്ചത്. അടുക്കളയിൽ നിൽക്കുന്ന അമ്മയെ പുറകിൽ നിന്ന് അടിച്ചു വീഴ്ത്തി മലന്ന് വീടുന്ന അമ്മയുടെ നെഞ്ചകത്തോട് കാല് കയറ്റി വെച്ച് കാൽമുട്ട് നെഞ്ചകത്തിലേക്ക് ചേർത്ത് വെച്ച് അമ്മയുടെ കഴുത്തിലേക്ക് ഷാളിട്ട് മുറുകി ജീവന് പിടയുന്ന അമ്മ മോനെ എന്ന് വിളിക്കുമ്പോ അമ്മയുടെ വിളിക്ക് കാത് കൊടുക്കാതെ ഷാളിട്ട് മുറുക്കിക്കൊണ്ട് അമ്മയെ തൊട്ടടുത്തുള്ള പുരയിടത്തിന്റെ കുടിയിൽ കൊണ്ടുപോയി തീ കൊളുത്തി കൊന്ന മകന്, ആ മകൻ മുട്ടുകുത്തി നിന്ന് അമ്മയുടെ നെഞ്ചകത്താണ്. അവനാദ്യം അമ്മിഞ്ഞ പാല് കുടിച്ചതാ നെഞ്ചകത്തല്ലയോ? അവനാദ്യം കുടിച്ച അമ്മിഞ്ഞ പാലാ നെഞ്ചകത്തല്ലയോ? അമ്മയുടെ കഴുത്തിൽ ഷാള് കൊണ്ട് മുറുക്കുമ്പോ മോനെ എന്ന് വിളിച്ചിട്ട് അമ്മ നില വിളിക്കുമ്പോ അവനാദ്യം ഊഞ്ഞാല് കെട്ടിയത് അമ്മയുടെ കഴുത്തിലല്ലയോ? അവന്റെ ജീവിതത്തെ ആദ്യത്തെ ഊഞ്ഞാലിലാണ് അവൻ ഷാള് കൊണ്ട് മുറുക്കിയത്. പിതാക്കന്മാരെ, മാതാക്കന്മാരെ കേൾക്കുക, നമ്മുടെ ആദ്യത്തെ ഊഞ്ഞാൽ എവിടെയാണ്? അത് മാവിൻ കൊമ്പിലല്ല, അത് വീടിന്റെ മൊന്തായത്തിലല്ല. ഞാൻ ആദ്യം ഊഞ്ഞാല് കെട്ടിയത് എന്റെ വീടിന്റെ മുറ്റത്തെ മാവിൻ കൊമ്പിലല്ല, എന്റെ വീടിന്റെ മോന്തായത്തല്ല. എന്റെ കുഞ്ഞിളം കൈകൾ കൊണ്ട് ഉമ്മാന്റെ കഴുത്തിലാണ് ആദ്യത്തെ ഊഞ്ഞാല് കെട്ടിയത്. എന്റെ ആദ്യത്തെ വാടക വീട് ഏറെന്നറിയുമോ? ഞാൻ ആദ്യം ജീവിതം തുടങ്ങിയത് എന്റെ വീട്ടിലല്ല, ആദ്യം ഒരു ഒറ്റമുറി വാടക വീട്ടിൽ ജീവിതം തുടങ്ങിയതാണ് നാം. നമ്മുടെ ആദ്യത്തെ ജീവിതം ഉമ്മാന്റെ ഗർഭാശയം എന്ന ഒറ്റമുറി വാടക വീട്ടിലാണ്. 9 മാസവും 10 ദിവസവും നമ്മൾ താമസിച്ച ഉമ്മാന്റെ ഗർഭാശയം എന്ന ഒറ്റമുറി വാടക വീട് 10 മാസം താമസിച്ച വാടക കൊടുത്തു തീർക്കാൻ ഒരു ജന്മം മുഴുവനും മതിയാകാതെ വരുന്ന ഒരു ലോകത്താണ് ഞാൻ ആദ്യം 10 മാസം ജീവിച്ച ഒറ്റമുറി വാടക വീടിന്റെ വാടക കൊടുത്തു തീർക്കാൻ എന്റെ മുഴുവൻ ജന്മവും മതിയാകാതെ വരുമ്പോ എങ്ങനെയാണ് അമ്മയുടെ കഴുത്തിൽ ഷാള് മുറുക്കി മക്കള് കൊന്നത്? എല്ലാ പിശാചുക്കൾ പാർക്കുന്ന വേതാള നഗരം പോലെ അതപ്പതിച്ചു പോകുമ്പോ ജീവിതമാണ് എന്നെ ചതിച്ചത്, മരണം എന്നെ ചതിച്ചിട്ടേയില്ല. ഭാര്യയാണ് ചതിച്ചത്, മണലാരുണ്യത്തിൽ കിടന്ന് കട്ടപ്പെട്ട ഭർത്താവിനെ ജീവിതത്തിന്റെ പാതി എന്ന് പറഞ്ഞിട്ട് ചേർത്ത് വെച്ച ഭാര്യയാണ് ജീവിതത്തിൽ എന്നെ ചതിച്ചു കൊണ്ടുപോയത്. രാപകൽ ഉറക്കമളച്ചു മക്കളെ വളർത്തി കൊടുത്തിട്ട് കണ്ണും കാത്തിരുന്ന എന്റെ ഭർത്താവാണ് എന്നെ ചതിച്ചിട്ട് പോയത്. എന്റെ മക്കളാണ് എന്റെ കരുത്തിൽ കുത്തിപ്പിടിച്ചത്, എന്റെ കൂട്ടുകാരാണ് എന്നെ ചതിച്ചത്. ഈ ജീവിതം മുഴുവന് ചതിയുടേതാണ്. വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവ് നിങ്ങളെ ചതിക്കുന്ന ചില വസ്തുക്കളുടെ സംഗമ സ്ഥാനമാണ്.